മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിൻ്റെ വക്കിലാണോ എന്ന ചോദ്യം ലോകമെങ്ങും ഉയരുകയാണ്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികൾ തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആവശ്യമെങ്കിൽ അമേരിക്കയുടെ സഹായമില്ലാതെ തന്നെ ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കുമെന്ന കർശന നിലപാടിലാണ് ഇസ്രായേൽ. ഇത് കേവലം ഒരു ഭീഷണിയല്ലെന്നും കൃത്യമായ പദ്ധതികളോടെ തയ്യാറാക്കിയ സൈനിക നീക്കമാണെന്നും വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇസ്രായേൽ തങ്ങളുടെ ആക്രമണ പദ്ധതികൾ ഇതിനകം തന്നെ അമേരിക്കയുമായി പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണം എപ്പോൾ സംഭവിക്കും എന്നതിനെക്കുറിച്ചുള്ള വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. ഇറാന്റെ മിസൈൽ സാങ്കേതികവിദ്യയുടെ വളർച്ചയും ഇസ്രായേലിൻ്റെ സുരക്ഷാ ആശങ്കകളും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, മറിച്ച് ആഗോള രാഷ്ട്രീയത്തെയും സാമ്പത്തിക രംഗത്തെയും പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒന്നാണ്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള നിഴൽയുദ്ധം ദശകങ്ങളായി തുടരുന്ന ഒന്നാണ്. മുൻപ് സൈബർ ആക്രമണങ്ങളിലൂടെയും ശാസ്ത്രജ്ഞരെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങളിലൂടെയും ഇറാന്റെ ആണവ പദ്ധതികളെ തടയാനായിരുന്നു ഇസ്രായേൽ ശ്രമിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ കളം മാറ്റിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാന ആശങ്ക ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരമാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഇസ്രായേലിലെ ഏതു നഗരത്തെയും തകർക്കാൻ കരുത്തുള്ള മിസൈലുകൾ ഇറാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇത് ഇസ്രായേലിൻ്റെ പ്രതിരോധ കവചമായ അയൺ ഡോമിനും ആരോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിലും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു ചുവപ്പ് രേഖ മറികടന്നാൽ കാത്തിരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ആ ചുവപ്പ് രേഖ മിസൈൽ സാങ്കേതികവിദ്യയിലെ നിർണായകമായ പുരോഗതിയെയോ അല്ലെങ്കിൽ അത് വിന്യസിക്കാനുള്ള നീക്കമോ ആകാമെന്നാണ് പ്രതിരോധ വിദഗ്ധർ വിലയിരുത്തുന്നത്. അമേരിക്കയുമായി ഇസ്രായേൽ നടത്തുന്ന ചർച്ചകളിൽ ഈ ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഭൂഗർഭ സംഭരണികൾ, ഗവേഷണ ലാബുകൾ എന്നിവ ലക്ഷ്യം വെച്ചുള്ള കൃത്യമായ ആക്രമണമാണ് ഇസ്രായേൽ വിഭാവനം ചെയ്യുന്നത്. അമേരിക്കയെ കൂടെ കൂട്ടാൻ താൽപ്പര്യമുണ്ടെങ്കിലും അവർ വിമുഖത കാണിച്ചാൽ ഒറ്റയ്ക്ക് നീങ്ങാൻ ഇസ്രായേൽ സൈന്യം സജ്ജമാണ്. ഇസ്രായേൽ വ്യോമസേനാ മേധാവി ബ്രിഗേഡിയർ ജനറൽ ഒമർ ടിഷർ പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ദൗത്യത്തിൻ്റെ സാങ്കേതിക വശങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇറാന്റെ തന്ത്രപ്രധാനമായ സൈനിക അടിസ്ഥാന സൗകര്യങ്ങളെ പാടെ തകർക്കുക എന്നതല്ലാതെ മറ്റൊരു പോംവഴിയും തങ്ങളുടെ മുന്നിലില്ലെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത്. ചെറിയ തോതിലുള്ള തിരിച്ചടികൾ കൊണ്ട് ഇറാനെ തടയാനാവില്ലെന്ന പാഠമാണ് അവർക്ക് മുന്നിലുള്ളത്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനെ അലട്ടുന്ന പ്രധാന ഭയം അമേരിക്കയുടെ നിലപാടാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇറാനെതിരെ സ്വീകരിച്ചേക്കാവുന്ന പരിമിതമായ സൈനിക നീക്കങ്ങളെ ഇസ്രായേൽ ആശങ്കയോടെയാണ് കാണുന്നത്. യമനിലെ ഹൂതി വിമതർക്കെതിരെ അമേരിക്ക നടത്തിയ നാമമാത്രമായ ആക്രമണങ്ങൾ ഉദാഹരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്നു. ഏതാനും ചില കേന്ദ്രങ്ങളിൽ മാത്രം ബോംബിട്ട് വിജയം പ്രഖ്യാപിക്കുന്നത് കൊണ്ട് ഇറാന്റെ യഥാർത്ഥ കരുത്ത് ഇല്ലാതാവില്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഇത്തരം അപൂർണമായ സൈനിക നീക്കങ്ങൾ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും അവർ കൂടുതൽ ശക്തമായി തിരിച്ചടിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യും. ശത്രുവിനെ ഭാഗികമായി പരിക്കേൽപ്പിക്കുന്നത് അവരെ കൂടുതൽ അപകടകാരിയാക്കും എന്ന തത്വമാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും നിർണായകമാണ്. തങ്ങളുടെ മിസൈൽ പദ്ധതി പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഒന്നാണെന്ന് ഇറാന്റെ ഔദ്യോഗിക നിലപാട്. എന്നാൽ ഇസ്രായേലിനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന ഇറാന്റെ മുൻകാല പ്രസ്താവനകളെ ഇസ്രായേൽ ഗൗരവത്തോടെയാണ് കാണുന്നത്. ലബനനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും പോലെയുള്ള പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇസ്രായേൽ ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്കും യുദ്ധം പടരാനുള്ള സാധ്യതയുണ്ട്. പേർഷ്യൻ കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെടുത്തുന്നത് ലോകവിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും ആഗോള സാമ്പത്തിക മാന്ദ്യത്തിനും കാരണമായേക്കാം. ഈ പ്രതിസന്ധിയുടെ മറ്റൊരു വശം നയതന്ത്ര ചർച്ചകളാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വരാനിരിക്കുന്ന അമേരിക്കൻ സന്ദർശനം ഈ വിഷയത്തിൽ നിർണായക തീരുമാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചേക്കാം. ഇറാനെതിരായ സൈനിക നീക്കത്തിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കുകയോ അല്ലെങ്കിൽ തങ്ങളുടെ സ്വതന്ത്ര നീക്കത്തിന് അമേരിക്കയുടെ തടസ്സമില്ലെന്ന് ഉറപ്പ് വരുത്തുകയോ ആയിരിക്കും നെതന്യാഹുവിൻ്റെ ലക്ഷ്യം. അമേരിക്കയിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ഇറാനോടുള്ള അവരുടെ പുതിയ സമീപനവും ഈ യുദ്ധസാധ്യതയെ സ്വാധീനിക്കും. ഇറാൻ ഒരു ആണവായുധം നിർമ്മിക്കുന്നതിന് തൊട്ടടുത്തെത്തി എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ ക്ഷമ നശിക്കുകയാണ്. ചരിത്രപരമായി നോക്കിയാൽ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന ഏത് പദ്ധതിയെയും ഇസ്രായേൽ മുളയിലേ നുള്ളിയിട്ടുണ്ട്. 1981 ഇറാഖിലെ ഒസിറാഖ് ആണവ റിയാക്ടർ തകർത്ത ഓപ്പറേഷൻ ഒപ്പറയും 2007 സിറിയയിലെ അൽ കിബാർ ആണവ കേന്ദ്രം തകർത്ത ഓപ്പറേഷൻ ഓർചാർഡും ഇതിന് ഉദാഹരണങ്ങളാണ്. അന്ന് ലോകരാജ്യങ്ങളുടെ വലിയ എതിർപ്പുകൾക്കിടയിലും ഇസ്രായേൽ ഒറ്റയ്ക്കാണ് ആ തീരുമാനങ്ങൾ നടപ്പിലാക്കിയത്. ഇറാന്റെ കാര്യത്തിലും സമാനമായ ഒരു നീക്കം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നതും പലതും ആഴത്തിൽ തുരങ്കങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളതും ഇസ്രായേലിന് മുന്നിലുള്ള വെല്ലുവിളിയാണ്. ഇത് മറികടക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ അവർ സജ്ജരാക്കിയിട്ടുണ്ട്.
ഇറാന്റെ മിസൈൽ നിർമ്മാണശാലകൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്നതും പലതും ആഴത്തിൽ തുരങ്കങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ളതും ഇസ്രയേലിന് മുന്നിലുള്ള വെല്ലുവിളികളാണ്. ഇത് മറികടക്കാൻ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ അവർ സജ്ജമാക്കിയിട്ടുണ്ട്. യുദ്ധം എന്നത് അവസാനത്തെ പോംവഴിയാണെങ്കിലും മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം സമാധാനപരമായ പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുന്നില്ല. ഇറാൻ തങ്ങളുടെ മിസൈൽ പരീക്ഷണം തുടരുകയും ഇസ്രയേൽ തങ്ങളുടെ ചുവപ്പ് രേഖകൾ കടുപ്പിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമായി മാറുന്നു. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഇസ്രയേലിൻ്റെ അടുത്ത നീക്കത്തിലേക്കാണ്. ആ നീക്കം ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിൻ്റെ ഭൂമിശാസ്ത്രത്തെയും രാഷ്ട്രീയത്തെയും എന്നേക്കുമായി മാറ്റിമറിച്ചേക്കാം. ഒരു വലിയ സ്ഫോടനത്തിന് തൊട്ടുമുമ്പുള്ള നിശബ്ദതയായാണ് ഇപ്പോൾ ആ മേഖലയിൽ നിലനിൽക്കുന്നത്. ഇറാൻ ആ ചുവപ്പ് രേഖ മറികടക്കുന്ന നിമിഷം ആ നിശബ്ദത വെടിയൊച്ചകൾക്ക് വഴിമാറും. ഇസ്രയേലിൻ്റെ ഈ നിലപാട് അന്താരാഷ്ട്ര നിയമങ്ങളെയും പരമാധികാരത്തെയും സംബന്ധിച്ച നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ ജനതയുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്ന് അവർ ആവർത്തിക്കുന്നു. ഈ പോരാട്ടം കേവലം അതിർത്തി തർക്കമല്ല, മറിച്ച് പശ്ചിമേഷ്യയിൽ ആര് ആധിപത്യം പുലർത്തും എന്നതിൻ്റെ പരീക്ഷണമാണ്. ഇറാൻ്റെ മിസൈൽ പദ്ധതികൾ തകർക്കപ്പെട്ടാൽ അത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന് വലിയൊരു തിരിച്ചടിയാകും. എന്നാൽ തിരിച്ചടി പരാജയപ്പെട്ടാൽ അത് ഇസ്രായേലിൻ്റെ പ്രതിരോധ ശേഷിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും വഴിവെക്കും. വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങളും സൈനിക വിന്യാസങ്ങളും ഈ യുദ്ധത്തിൻ്റെ ഭാവി നിർണ്ണയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.